നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം 2024 പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടാം തവണയും വിജയിച്ചു. ആ വിജയത്തിന് നേതൃത്വം കൊടുത്ത UDF-ലെ ഒട്ടനേകം പ്രവർത്തകരുണ്ട്. ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിലും KPCC നിർവാഹക സമിതി അംഗമെന്ന നിലയിലും ശ്രീ KL പൗലോസ് അതിന് വ്യക്തമായൊരു നേതൃത്വം വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥി. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഇന്ത്യ മുന്നണികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എത്തരത്തിലാണ് ഇനി BJP-യോടുള്ള NDA-യോടുള്ള ഇന്ത്യ മുന്നണിയുടെ പോരാട്ടം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം മനസ്സ് തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വയനാടിൻ്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു വിഷമഘട്ടത്തിലാണ് ജനങ്ങളുള്ളത്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ധർമ്മസങ്കടത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെ ഒരു ധർമ്മസങ്കടത്തിലാണ്. കാരണം ഏത് മണ്ഡലം നിലനിർത്തും എന്നുള്ളതിനെക്കുറിച്ച് ഈ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് കൂടി ആയതുകൊണ്ട് അണികളിൽ നിന്നും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും ഈ ഒരു പ്രതികരണം, ഈ വിഷമഘട്ടം അവർ പങ്കുവയ്ക്കുന്നുണ്ടാവുമല്ലോ. എങ്ങനെയാണ് അവരൊക്കെ സംസാരിക്കുന്നത്? ഇല്ല, ഇപ്രാവശ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഉണ്ടായ ഓരോ ദിവസത്തെയും മാറ്റമെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത മാറ്റമാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായാണ് പ്രഖ്യാപിച്ചത്. വയനാടടക്കം ഉള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ ഉത്തരേന്ത്യയിൽ റായ്ബറേലി അടക്കം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു, ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു, മത്സരിച്ചു. ഒന്നും രണ്ടും ഘട്ടം കഴിയുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന BJP, അതേപോലെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി വളരെ വലിയ ആത്മവിശ്വാസത്തിൽ 400-ലേറെ സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസമായിരുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം രൂപം കൊടുത്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഭാരത് ജോഡോ യാത്ര നടത്തി രാഹുൽ ഗാന്ധി വലിയ ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള അംഗീകാരത്തിനുമൊക്കെ വലിയൊരു മാറ്റം ഉണ്ടായതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. അങ്ങനെ ഇവിടെ മത്സരിക്കുമ്പോൾ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ ഒരു ജനങ്ങളുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി പതുക്കെ വർദ്ധിച്ചു വരികയായിരുന്നു. രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വയനാടടക്കമുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു ആവേശം ഈ ഇന്ത്യയിലാകമാനം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്ന സ്ഥിതിയുണ്ടായി. നരേന്ദ്രമോദി അടക്കം 400-ലധികം സീറ്റ് എന്നുള്ളത് പതുക്കെ വിഴുങ്ങി അതിന് പകരം ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തുടങ്ങി. ഈ പ്രചരണം തുടങ്ങിയതോടുകൂടി തന്നെ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലടക്കം BJP-യുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന അയോധ്യ അടക്കം നിലകൊള്ളുന്ന ഉത്തർപ്രദേശിലടക്കം വലിയ ഒരു മാറ്റത്തിൻ്റെ അലയൊലി ഉണ്ടായി. സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് അഖിലേഷ് യാദവ് അടക്കം എല്ലാവരും ആവശ്യപ്പെട്ടത് ആ മാറ്റത്തെ ഗുണപ്രദമായി പ്രയോജനപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ, ഇന്ത്യയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഹിന്ദി ഹൃദയഭൂമിയിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കണം, തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി അവിടെ ഈ വലിയ ഈ പടപ്പുറപ്പാടിന് നേതൃത്വം കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ നോമിനേഷൻ കൊടുക്കാനുള്ള സമയം വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഇന്ത്യ സഖ്യവും കോൺഗ്രസ് നേതൃത്വവും എല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കുകയാണെങ്കിൽ, റായ്ബറേലിയിൽ മത്സരിക്കുകയാണെങ്കിൽ BJP-യുടെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിലടക്കം വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്ന ഒരാവശ്യം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ വയനാടിനുള്ള സ്നേഹവും ബന്ധവും അദ്ദേഹത്തിൻ്റെ അടുപ്പവും എല്ലാം തന്നെ തീർച്ചയായും അദ്ദേഹത്തിൻ്റെയും കോൺഗ്രസ് പാർട്ടിയും മനസ്സിലുണ്ട്. പക്ഷേ ഒരു ദേശീയ നേതാവെന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അതിനു മുൻപും ഇപ്പോഴും വർഗീയ വിഘടന ശക്തികൾ, വിഭാഗീയ ശക്തികൾ, രാജ്യത്തെ വെറുപ്പിൻ്റെ
സന്ദേശം പുറപ്പെടുവിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നയിക്കുന്നതിന് ശക്തമായ നേതൃത്വം കൊടുക്കേണ്ടത് രാജ്യത്തിനാവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ചേരുമ്പോഴും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴുമൊക്കെ തന്നെ ഇപ്പോൾ ഭാഗികമായി തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ജനതയെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ, വർഗീയ വിഘടന ശക്തികളെ ഒരളവോളം തളച്ചിടാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്, അവരെ അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും പിഴുതു മാറ്റുന്നതിന് ഇനിയും പോരാട്ടം തുടരേണ്ടതുണ്ട്. ആ പോരാട്ടം തുടരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി മാറുകയാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായി മാറിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലാകമാനം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അതിശക്തമായ നേതൃപരമായ പങ്ക് വഹിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളത് കൊണ്ട് പൊതുവിൽ ഇന്ത്യ മുന്നണിയും അതേപോലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുമൊക്കെ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കണം എന്ന ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം ഈ നിർദ്ദേശങ്ങളും ഈ അഭിപ്രായങ്ങളും എല്ലാം അവസാന ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. രണ്ട് സ്ഥലത്ത് നമുക്ക് തുടരാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടിൽ ഒന്ന് നമുക്ക് രാജിവെക്കേണ്ടി വരും. എവിടെ രാജിവെച്ചാലും തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ വരും നാളുകളിൽ പൂർണ്ണമായ ശ്രദ്ധയും പരിരക്ഷയും സംരക്ഷണവുമെല്ലാം ഈ രണ്ട് നിയോജക മണ്ഡലത്തിലും ഉണ്ടാകുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. പടക്കളത്തിൽ ഇന്ത്യ മുന്നണിയുടെ യോദ്ധാക്കൾക്ക് മറുവശത്തുള്ളവരെ നന്നായി വിറപ്പിക്കാൻ കഴിഞ്ഞു, ഭയപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് കൂടിയായി ഉത്തരേന്ത്യ ഫുള്ളായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിക്ക് ഈ ഭരണത്തെ താഴെ ഇറക്കാൻ എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഗവൺമെൻറ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും വ്യക്തമായൊരു ബോധ്യമുള്ളത്, ഈ ഗവൺമെൻറ്റിന് ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? കാരണം നരേന്ദ്രമോദി നയിക്കുന്ന BJP, ആ BJPയുടെ ആശയങ്ങളും BJPയുടെ കാഴ്ചപ്പാടുകളും അല്ല ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പല തീരുമാനങ്ങളും ഇന്ന് അവരെ പിന്തുണച്ച് നിൽക്കുന്ന കക്ഷികൾക്കൊക്കെ പലപ്പോഴും അത് സ്വീകരിക്കാവുന്നതായിരിക്കില്ല. മറ്റൊന്ന്, ഈ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികൾ, നിതീഷ് കുമാർ ആണെങ്കിലും നമ്മുടെ നായിഡു ആണെങ്കിലും, അവരൊക്കെ വിലപേശി അവർ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ നിലനിർത്തുക എന്നുള്ളതിനപ്പുറം അവർക്ക് ഒരു വ്യക്തമായ ഉറച്ച ഒരു നിലപാടുകൾ ഉള്ള കക്ഷികളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാരിന് ഇത്തരത്തിൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇനി മുന്നോട്ട് അവർ പോവുകയാണെങ്കിൽ തന്നെയും അധികം വൈകാതെ ആ മുന്നണിക്കും BJPക്കും നരേന്ദ്രമോദിക്കും ഇന്ത്യയിൽ പഴയതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം തീർച്ചയായും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. എന്താ ഒരു സംശയവും വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കും, ഒരു സംശയവുമില്ല. അങ്ങോട്ടുള്ള പ്രയാണത്തിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലം രാജിവെക്കുമ്പോൾ ആ പ്രയാണത്തിന് വേണ്ടിയാണ് ഈ തീരുമാനമെടുക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അത് ഉൾക്കൊള്ളാൻ ഏത് നിയോജക മണ്ഡലമാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭ്യർത്ഥന. ഇപ്പോൾ ഈ സംഭവിച്ചത്, അതായത് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പിന് ശേഷം അവസാന ഘട്ടം വരെയും സംഭവിച്ചത് നേരത്തെ വായിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി എന്നുണ്ടോ? കഴിയാതെ പോയി എന്നുള്ളതല്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സീറ്റും മുന്നണിയിലുള്ള കക്ഷികളുടെ സീറ്റും എല്ലാം വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നമ്മൾ രൂപം കൊടുക്കുമ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ ഐക്യവും കെട്ടുറപ്പും ഓരോ ഘട്ടം കഴിയുമ്പോഴുമാണ് വളർന്ന് ശക്തി പ്രാപിച്ചു വന്നത്. തുടക്കത്തിൽ പലപ്പോഴും പലരും സംശയിച്ചിരുന്നു. ഇന്ത്യ മുന്നണി രൂപം കൊടുത്തപ്പോൾ പലരും സംശയിച്ചിരുന്നു ഇത് എത്രത്തോളം ഐക്യത്തോടെ മുന്നോട്ട് പോകും, എത്രത്തോളം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിനെപ്പറ്റിയൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 2 ഘട്ടം കഴിഞ്ഞപ്പോഴേക്കുമാണ്, ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ്
ഇത് കൂടുതൽ ആവേശത്തോടു കൂടി ജനങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. ഈ കക്ഷികൾ തമ്മിൽ ഏറ്റവും കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ള ചിന്ത അപ്പോഴാണ് ഉയർന്നു വരുന്നത്. അതിനുശേഷമാണ് അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം തന്നെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലത്തൂരും തൃശ്ശൂരും എന്താ ശരിക്കും സംഭവിച്ചത്? ആലത്തൂർ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകളുടെ ബലത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അല്ലാതെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോടുള്ള ഒരു സിമ്പതിയല്ല, സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യവുമല്ല. താല്പര്യമല്ലാത്തതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഈ പറയുന്ന ഒരു സീറ്റിൽ അവർ ഒതുങ്ങേണ്ടി വന്നത്. അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് സ്പീക്കറായിരുന്നപ്പോഴും ഇപ്പോൾ മന്ത്രിയായിരിക്കുമ്പോഴും വിവാദങ്ങളൊന്നുമില്ലാത്ത ഒരു നല്ല മനുഷ്യനെന്ന രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരാളാണ്. ആ വ്യക്തിത്വത്തിന് ലഭിച്ച വോട്ടാണ് ആലത്തൂർ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂർ അതിനെപ്പറ്റി വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും അതുപോലെ തന്നെ KPCCയും ഒക്കെ തന്നെ അവിടുത്തെ പരാജയത്തിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പരിശോധന നടത്തി വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഒരിക്കലും കേഡർ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വോട്ടുകൾ ചോരുക എന്ന് പറയുന്നത് സംഭവിക്കില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ CPMൻ്റെ വോട്ട് അവിടെ ചോർന്നിട്ടുണ്ട്. CPMൻ്റെ വോട്ട് BJPക്ക് പോയിട്ടുണ്ട്. അത് പലപ്പോഴും ഒരു ചിന്തയ്ക്ക് കാരണമാകുകയാണ്. ഈ പറയുന്നത് പോലെ ജയരാജനും അതേപോലെ ജാവേദ്കറും ഒക്കെ ആയിട്ടുള്ള ചർച്ച, ആ ചർച്ചയുടെയൊക്കെ പിന്നിൽ 2-3 സീറ്റുകൾ തിരുവനന്തപുരവും തൃശ്ശൂരും അതുപോലെ തന്നെ ആറ്റിങ്ങലുമൊക്കെ വോട്ടുകൾ മറിയുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന തരത്തിലാണ് ഈ പറയുന്ന തൃശ്ശൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കേഡർ പാർട്ടിയുടെ, ഒരിക്കലും വോട്ട് മാറില്ല എന്ന് ചിന്തിക്കുന്ന പാർട്ടിയുടെ വോട്ടുകൾ മാറിയത്. അവർ പോലും, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും നേതൃത്വം പോലും ഇപ്പോൾ അത് വളരെ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ മാറിയിരിക്കുന്നു തൃശ്ശൂർ. ഈ 2 മന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിനെ അങ്ങ് സ്വാഗതം ചെയ്യുന്നുണ്ടോ? മന്ത്രിമാരെ ലഭിച്ചതിൽ നമുക്ക് തീർച്ചയായും നല്ല കാര്യമാണ്. അതിനകത്തൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും BJPയും അവർ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുന്ന നയങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ രണ്ടാക്കി കാണാൻ സ്വീകരിക്കുന്നു. എത്ര മ്ലേച്ഛമായിട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ താലിമാല പോലും പറിച്ച് മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്ത് അത് ന്യൂനപക്ഷക്കാർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ നയത്തിൻ്റെ, ആ ഒരു ആശയത്തിൻ്റെ പ്രതിനിധികളായി മന്ത്രിമാർ വരുന്നു എങ്കിൽ അതാണ് നമ്മുടെ നാടിന് സ്വീകാര്യമല്ലാത്തത്. അല്ലാതെ കേരളത്തിന് മന്ത്രിമാരെ അവർ പറഞ്ഞെങ്കിലും അത് സാധാരണ ജനങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നാണല്ലോ. വാരാണസിയിലെ ഒരു 1.5 മണിക്കൂർ പോലും വളരെ റിസൾട്ട് വന്നപ്പോൾ പിന്നിലായി പോയാൽ അവിടെ 10 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടണം, 7 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടണം എന്നൊക്കെ പ്രതീക്ഷിച്ച് മത്സരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ വളരെ വലിയ ഒത്തിരി താഴേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായി. അയോധ്യയായിരുന്നല്ലോ ഇവരേറ്റവും ഉയർത്തിപ്പിടിച്ച വിഷയം. അയോധ്യ നിലനിൽക്കുന്ന നിയോജക മണ്ഡലം പോലും BJP തോറ്റുപോകുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അപമാനിച്ച അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ച സ്മൃതി ഇറാനി പോലും അമേഠിയിൽ തോറ്റു. ഉത്തരേന്ത്യയിൽ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അവിടെ ഉണ്ടായി. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒറ്റക്കെട്ടായി ഇറങ്ങിയതോടുകൂടി അവിടെ ജനങ്ങൾക്കുണ്ടായ ആവേശം അത്ര വലുതായിരുന്നു.
ഇപ്പം വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് DCC പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ തവണ നല്ലൊരു റെക്കോർഡ് ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്തു. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രചരണം വന്നു, രാഹുൽ ഗാന്ധിക്ക് എന്തായാലും വലിയ വർഷത്തെ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്നൊരു ചുമതല അങ്ങേ ഏൽപ്പിക്കുമ്പോൾ അങ്ങേക്ക് ഒരു ഭീഷണിയും ഒരു ഭയവും ഉണ്ടായിരുന്നോ ഈ ഭൂരിപക്ഷം കുറയുമോ എന്ന കാര്യം? ഇല്ല, ഞങ്ങൾക്ക് ആ സമയം മുതൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കായാലും പോളിംഗ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയാൻ പോകുന്നു. ചിലരൊക്കെ പത്രങ്ങളൊക്കെ എഴുതി 1.5 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകില്ല. അപ്പോൾ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറയില്ല. 2 കാരണങ്ങൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയ ഒരു തോതിൽ ആളുകൾ, വോട്ടർമാർ, UDFനെ അനുകൂലിക്കുന്ന വോട്ടർമാർ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ജോലി തേടിയും പഠിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഓരോ ബൂത്ത് എടുത്താലും ആ ബൂത്തിലൊക്കെ ഒരു 100, 120, 140 അല്ലെങ്കിൽ 75 കുറയാത്ത ആളുകൾ വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ആണ്, സ്ഥലത്തില്ലാത്തവരാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൽ ഭൂരിപക്ഷം വോട്ടുകളും UDFന് കിട്ടേണ്ട വോട്ടുകളാണ്. അത്തരത്തിൽ കുറേ വോട്ടുകൾ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാരണം അങ്ങനെ വോട്ട് കുറയാനുണ്ടായിട്ടുണ്ടോ എന്ന് സംഘടനാപരമായി KPCC ഒക്കെ പരിശോധിക്കുന്നുണ്ട്. മറിച്ച് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ കാരണം കൊണ്ട് വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. കുറഞ്ഞെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം നമുക്ക് 3,64,000 മുകളിലോട്ട് ഭൂരിപക്ഷം കിട്ടില്ല. കാരണം കുറേയേറെ വോട്ടുകൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിരുന്നിട്ടും അവർ തിരിച്ച് അന്ന് വോട്ട് ചെയ്യാൻ വരാതിരുന്നിട്ടും ഇത്രയും ഭൂരിപക്ഷം കിട്ടുന്നു. പിന്നെ അതേപോലെ തന്നെ സംഘടനാപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അഥവാ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ കാരണം കൊണ്ട് വോട്ടുകൾ ഒന്നുപോലും കുറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഈ വയനാട് ജില്ലയോടുള്ള കാണിക്കുന്ന സ്നേഹം, ഇവിടുത്തെ പ്രശ്നങ്ങളോട് നേരിടുന്നതിലുള്ള താല്പര്യം, ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ അദ്ദേഹം ആ വിഷമം പങ്കുവെക്കാൻ തയ്യാറായി അദ്ദേഹം കൂടെ നിൽക്കുന്ന ആ അനുഭവമെല്ലാം ജനങ്ങൾക്ക് വളരെ കൃത്യമായി പറയുമ്പോഴും പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും ചില ബൂത്തുകളിലും രാഹുൽ ഗാന്ധി 3-ാം സ്ഥാനത്ത്, ചില സ്ഥലത്ത് 2-ാം സ്ഥാനത്ത് പോയി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി അങ്ങനെ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തൊന്നും പോയിട്ടില്ലല്ലോ. പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ അവിടെ കണക്കുകൾ ഇല്ല. അവിടെ മഹാഭൂരിപക്ഷം ഏതെങ്കിലും ഒരു ബൂത്തിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ബാക്കി എല്ലാ ബൂത്തുകളിലും 1-ാം സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണ്. 2-ാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന മാർക്സിസ്റ്റ് ഇടതുപക്ഷത്തിന് പകരം BJP ഭൂരിപക്ഷം ബൂത്തിൽ വന്നിട്ടുണ്ട്. അതാണ് അവിടെ വന്ന മാറ്റം. കോൺഗ്രസിൻ്റെ ഒരു ബൂത്തിലോ മറ്റോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി ബൂത്തുകളിലൊന്നും കോൺഗ്രസ് അങ്ങനെ 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും പോയിട്ടില്ല. 1-ാം സ്ഥാനത്ത് തന്നെയാണ് പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും കോൺഗ്രസിൻ്റെ വോട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് വന്ന മാറ്റം ഇതാണ്. 2-ാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പോവുകയും BJP 2-ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അതിനർത്ഥം മാർക്സിസ്റ്റ് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ, കുറേയേറെ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. അതാണ് അതിന് കാരണം. ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടെ മത്സരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ആനി രാജ ദേശീയ നേതാവ് വന്നതുകൊണ്ട് ഒരു ഭീഷണിയും നമ്മൾ അന്ന് മണത്തിരുന്നില്ല. ഒരു ഭീഷണിയും നമുക്കുണ്ടായിരുന്നില്ല. കാരണം സംസ്ഥാന പ്രസിഡന്റ് വരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടിക്കാരായ ആളുകളുടെ വോട്ടുകൾ ചോർന്നു പോകാതെ കിട്ടിയേക്കാമെന്നല്ലാതെ രാഹുൽ ഗാന്ധിക്ക് അതൊരു ഭീഷണിയായി ഞങ്ങൾ കണ്ടിട്ടില്ല. ആനി രാജ വരുമ്പോഴും ഞങ്ങൾക്കതൊരു ഭീഷണിയായി തോന്നിയിട്ടില്ല. കാരണം ആനി രാജ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന അവരുടെ വോട്ടുകൾ, ആ വോട്ടുകൾ അവർക്ക് കിട്ടിയേക്കുമെന്നല്ലാതെ നമുക്ക് രാഹുൽ ഗാന്ധിക്ക് കിട്ടേണ്ട വോട്ടുകൾ, UDFൻ്റെ വോട്ടുകൾ, അതിനകത്ത് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല അത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുമെന്നും. എത്ര പോളിംഗ് കഴിഞ്ഞ് പോളിംഗ് ശതമാനം കുറഞ്ഞു, അതുകൊണ്ട് വലിയ തോതിൽ ഭൂരിപക്ഷം കുറയുമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല വലിയ തോതിൽ ഭൂരിപക്ഷം കുറയില്ല എന്ന് തന്നെ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ UDFനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന ചലഞ്ച് എന്തായിരിക്കും? ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടെ വേണ്ടി വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ വിഭാഗീയ വർഗീയ വിഘടന ശക്തികളെ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നും തുരത്തുന്നതിന് അല്ലെങ്കിൽ അകറ്റുന്നതിന്
ഈ രാജ്യത്തെ അത്തരം ശക്തികളെ നീരാളിപ്പെടുത്തുന്ന രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ രാജിവെക്കുന്നതെന്നും അദ്ദേഹം തുടർന്ന് വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടയാളാണെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇന്ത്യക്കും ഒരു തിരിച്ചുവരവിന് വേണ്ടി ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുന്നത് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടൽ ജനങ്ങൾക്ക് തീർച്ചയായും സ്വീകാര്യമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മുടെ സമയം അവസാനിക്കാറായി എങ്കിലും ആളുകളെല്ലാം പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി പോയാൽ പ്രിയങ്ക വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പല കോണിൽ നിന്നും അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത് പ്രഖ്യാപനം വന്നാലും രണ്ട് മണ്ഡലത്തിലുള്ളവർക്കും സന്തോഷമായിരിക്കുന്നു. ആ വാചകം തന്നെ സൂചിപ്പിക്കുന്നത് പ്രിയങ്ക ഗാന്ധി വന്നേക്കും എന്നുള്ളതിനാണ്. അതിനുള്ള സാധ്യത ഏറെയാണ്. സ്വാഭാവികമായും അതിനുള്ള സാധ്യത ഏറെയാണ്. KPCC നേതൃത്വം അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ രാജിവെക്കുന്നു രാഹുൽ ഗാന്ധിയെങ്കിൽ പകരം പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യത കൂടുതലാണ്. കെ മുരളീധരൻ തോറ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശേഷം മുസ്ലിം ലീഗ് വലിയൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം എന്തിനും യോഗ്യനായ ആളാണ് കെ മുരളീധരൻ എന്ന്. തീർച്ചയായും എന്ന് പറഞ്ഞാൽ ലീഗിന് കെ മുരളീധരൻ വയനാട്ടിൽ മത്സരിച്ചാലും താല്പര്യക്കുറവില്ല. എങ്കിൽ കെ മുരളീധരനും മാറി നിന്നാൽ, പ്രിയങ്കയും മാറി നിന്നാൽ മൂന്നാമതൊരാളെ കണ്ടെത്തുന്നതിൽ ചില സാമുദായിക താല്പര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരുമോ? അല്ല, മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വയനാട്ടിലേക്ക് മത്സരിക്കാനില്ല എന്ന്. സ്വാഭാവികമായും മറ്റൊരു ചിന്തയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഈ പറയുന്ന ജാതി സാമുദായിക വേണ്ടി വന്നാൽ എന്നുള്ള ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയിൽ എല്ലാ റിസൾട്ടും വന്നു, ജനങ്ങളോട് എന്താ പറയാനുള്ളത്? അല്ല, ജനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധിയോടും ഐക്യജനാധിപത്യ മുന്നണിയോടും കാണിച്ചിട്ടുള്ള ആ താല്പര്യവും അവർക്ക് ഐക്യജനാധിപത്യ മുന്നണിയിലും രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസവും അതിന് കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും വലിയ നന്ദി വയനാട്ടിൽ ജനങ്ങളോട് പറയുന്നു. അത് അവരുടെ ആ സ്നേഹവും പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യം. ശ്രീ KL പൗലോസ് പറഞ്ഞതുമാതിരി ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട്. പൊരുതാൻ ഇനി ഒട്ടേറെ ഈ പടക്കളത്തിൽ ഇനി ഒട്ടനേകം വളരെ സർവശക്തിയും ഉപയോഗിച്ചുള്ള പട പൊരുതേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരുപക്ഷെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണിയുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഏതായാലും അതിഥിയായി വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.